കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയിൽ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ ചെക്കാലവളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറിയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയൊരു ശേഖരമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാ? അന്ന് ക്ലാസ് കയറിയില്ലേ? അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും വേറെ ആർക്കെങ്കിലും സമ്മാനം പറഞ്ഞ് കൊടുക്കട്ടെ? വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ സമ്മാനം? അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? അമ്മയുടെ അച്യുതോ ഓടി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലത് ഇടുക്കിയിൽ. ഇടുക്കിയിലേത്? ഇടുക്കി അണക്കെട്ടിലെ പദ്ധതിയാ? അതല്ല. അല്ല, ഇടുക്കിയല്ല. അതറിയില്ല. ഇടുക്കിയല്ലല്ലോ. അല്ല. അറിയില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അറിയില്ല. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചേച്ചി? എനിക്കറിയത്തില്ല. കരവാരത്ത് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? കരവാരത്ത് ഇല്ല. അങ്ങനെ ഇല്ല. അഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പള്ളിവാസൽ. ഉറപ്പാണ്. പള്ളിവാസൽ തന്നെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അറിയത്തില്ല. എന്നറിയാം. ഒഴിഞ്ഞധികാമോ? അപ്പോൾ അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനം നേടിയ ആളുടെ പേരെന്ന് സജു. എവിടെയാണ്? മണമ്പൂരല്ലേ? മണമ്പൂര്. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും നമ്മൾ ഈ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കണം. കാരണം നിരവധി ആൾക്കാർ, എത്ര കുട്ടികളുണ്ട് അവിടെ? നേരത്തെ കുറെ 6-7 പേരുണ്ടായിരുന്നു. കുട്ടികളെല്ലാം PSC പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന. ഞാനും PSC പരീക്ഷ പഠിക്കാൻ, അവരും പഠിക്കണം. അത്തരത്തിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നല്ലേ അവിടെ? ക്യാമ്പല്ല, അല്ലാതെ തന്നെ നമ്മൾ നടത്തിയതാണ്. അപ്പോൾ അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനം ഞങ്ങൾ കൈമാറുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. 1946 അത് ആരംഭിച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.